സുഭാഷിതത്തിൻ്റെ സർവീസ് സ്റ്റോറി ഇന്ന് മറ്റൊരു കാര്യമാണ് പറയുന്നത്. ശരിക്കും ഇത് കുറച്ച് മുമ്പേ ഇറങ്ങിയിട്ടൊരു ഓർഡറാണ്. പക്ഷേ ഒരുപാട് ആളുകൾ ഇത് സംബന്ധമായി വിളിച്ചു ചോദിക്കുകയും ഇതിൽ ഒരു അവ്യക്തതയുണ്ട്, അല്ലെങ്കിൽ ഈ വിവരം അറിയിക്കണം, പലരും നൂറുകണക്കിന് ആളുകൾ പെൻഷൻ പറ്റിയവർ ഇത് അറിഞ്ഞിട്ടില്ല എന്നൊരു വിഷയം എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതുകൊണ്ടാണ് ചെയ്യുന്നത്. അതായത് 2019 ജൂലൈ 31-നും 2020 മാർച്ച് 31-നും രണ്ടും കണക്കാക്കി, ബോത്ത് ഇൻക്ലൂസീവ് ആണ്, രണ്ടും കൂടെ ഡേറ്റ് കണക്കാക്കിയിട്ട് ഇടയിൽ റിട്ടയർ ചെയ്തവർക്ക്, അതായത് 2019 ജൂലൈ 31-നും 2020 മാർച്ച് 31-നും ഇടയ്ക്ക് റിട്ടയർ ചെയ്തവർക്ക് 21-ൽ പേ റിവിഷൻ വന്നപ്പോൾ അവർക്ക് മുൻപും പിമ്പും അതേ ശമ്പളവും സർവീസ് ഉള്ളവരെക്കാൾ കുറഞ്ഞ പെൻഷനാണ് അനുവദിച്ചിരിക്കുന്നത്. ഈ അനാമലി സർക്കാർ അംഗീകരിക്കാത്തതിനെ തുടർന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ, കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ 2 പേർ കേസ് കൊടുക്കുകയും അവർക്ക് ഇത് അതിന് കൊടുക്കണമെന്ന് കോടതി വിധി പറയുകയും ചെയ്തു. മേൽ സൂചിപ്പിച്ച കാലയളവിൽ റിട്ടയർ ചെയ്തവർക്ക് പെൻഷനിൽ ചുരുങ്ങിയത് 1000 രൂപയെങ്കിലും വർധനവുണ്ടാകുവാൻ ഇപ്പോൾ ഇടയായിട്ടുണ്ട്. ഈ കാര്യം പല ആളുകളും അറിഞ്ഞിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് എന്നോട് വീഡിയോ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ഡിമാൻഡ് പല ഭാഗത്തുനിന്ന് വന്നിട്ടുള്ളത്. കേരള ഫിനാൻസ് പെൻഷൻ ബി ഡിപ്പാർട്ട്മെൻറ്റ് 28/3/2026 ഓർഡറാണ്. GORT നമ്പർ 3465/2026, ഫിനാൻസ് ഡേറ്റഡ് തിരുവനന്തപുരം 28/3/2026. അതിൽ ജഡ്ജ്മെൻറ്റ് ഓഫ് ഓണറബിൾ ഹൈക്കോർട്ട് ഓഫ് കേരള 14/7/2023 ഹൈക്കോർട്ട് കോടതിയുടെ ഉത്തരവിനെ കുറിച്ച് പറയുന്നു. പിന്നെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൻ്റെ ഉത്തരവ് പറയുന്നു, ഹൈക്കോടതിയുടെ ഉത്തരവ് പറയുന്നു. ഇങ്ങനെ 3-4 ഉത്തരവുകൾ പറഞ്ഞിട്ട് ഒരു വനിതയാണ്, പെൻഷൻ പറ്റിയ ഒരു വനിതയാണ് കേസ് കൊടുത്തിരിക്കുന്നത്. അവർ ഒരു പെറ്റിഷൻ കൊടുത്തിരുന്നു. അതിനകത്ത് വെച്ചിട്ടാണ് തീരുമാനം വന്നിരിക്കുന്നത്. തീരുമാനം ഇതാണ്, ബാക്കി അതിൻ്റെ ഡീറ്റെയിൽസ് കുറേ ഉണ്ട്. ഗവൺമെൻറ് ഹാവ് എക്സാമിൻഡ് ദ മാറ്റർ ഇൻ ഡീറ്റെയിൽ ആൻഡ് ആർ പ്ലീസ്ഡ് ടു അക്കോർഡ് സാങ്ഷൻ ഫോർ കാൽക്കുലേറ്റിംഗ് ദ പെൻഷൻ ഓഫ് ദി ആപ്ലിക്കൻസ് ബേസ്ഡ് ഓൺ ദി റിവൈസ്ഡ് പേ ആസ് പെർ GOP നമ്പർ 27/2002, ഫിനാൻസ് ഡേറ്റഡ് 10/2/2021 ആൻഡ് ബൈ നോഷണലി ആഡിംഗ് ദി pre-revised pay by 38%, 28% of DA plus 10% fitment allowance, fitment, in order to ensure that they will get pension as in the case of those who retired after 1/4/2020. The account AG shall revise the pension of the applicants accordingly. The order of the Kerala Administrative Tribunal and read second above the stands compiled with, അതായത് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൻ്റെയും കേരള ഹൈക്കോടതിയുടെയും വിധികളെ മാനിച്ചുകൊണ്ട് ഗവൺമെൻറ് ഞാനീ പറഞ്ഞ 2019 ജൂലൈ മാസം 31-നും 2020 മാർച്ച് മാസം 31-നും ഇടയ്ക്ക് പെൻഷൻ റിട്ടയർ ചെയ്തവർക്കുള്ള പേ റിവിഷനെ സംബന്ധിച്ചാണ്. അവർക്ക് പേ റിവിഷനുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള പൈസ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അത് കുറേ അധികം ആളുകളുണ്ട്. അവർക്ക് ചുരുക്കത്തിൽ 1000 രൂപയെങ്കിലും ഓരോരുത്തർക്കും കൂടുതൽ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് വളരെ പ്രമുഖമായിട്ടുള്ളൊരു ഉത്തരവാണ്. ഇത്തരത്തിൽ വളരെ വിശദമായിട്ടുള്ള ഉത്തരവുകൾ ഇറങ്ങുമ്പോൾ ചിലപ്പോൾ പലപ്പോഴും അത് ഒരു വ്യക്തിയോ 2 പേരോ ഒക്കെ പോയിട്ടായിരിക്കും ഉത്തരവ് കിട്ടുന്നത്. പക്ഷേ അങ്ങനെ ഉത്തരവ് കിട്ടിയാൽ അത്തരം ഉത്തരവുകളൊക്കെ നമുക്ക് അയച്ചു തന്നാൽ നമുക്ക് വീഡിയോ വഴി പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്കും അത് വലിയ സഹായകമാകും. അപ്പോൾ ഇത് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ നിന്ന് ഇങ്ങനെ ഒരു ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട്. ഉത്തരവിൻ്റെ കോപ്പി ഇതിനകത്ത് കൊടുക്കാം. നിങ്ങൾ ആ ഉത്തരവിൻ്റെ കോപ്പി ഡേറ്റ് വെച്ചിട്ട് ആ പീരീഡിൽ 2019 ജൂലൈ 31-നും 2020 മാർച്ച് 31-നും ഇടയ്ക്ക് പെൻഷൻ പറ്റിയിട്ടുള്ള ധാരാളം ആളുകൾ കാണും. അവർ ആ GO വെച്ചുകൊണ്ട് നിങ്ങൾ ഗവൺമെൻറ്റിലേക്ക് ക്ലെയിം ചെയ്യണം. ഒരുപക്ഷെ ആ ക്ലെയിം നടന്നില്ലെങ്കിൽ നിങ്ങൾക്കും അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ പോയി അത് വീണ്ടും ഇതിൻ്റെ ഒരു പ്രീസിഡൻസ് വെച്ചുകൊണ്ട് തന്നെ, ഒരു മുൻവിധികളെ കാണിച്ചുകൊണ്ട് തന്നെ കൂടുതൽ വിധികൾ സമ്പാദിക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പശ്ചാത്തലം. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് അയച്ചു തന്നിരിക്കുന്നത് ഒരു വക്കീലാണ്. വക്കീൽ അത് പറഞ്ഞിരിക്കുന്നത് തന്നെ ഇതിലൊരു വീഡിയോ ചെയ്തില്ലെങ്കിൽ വീഡിയോ ചെയ്യാമോ, ലിങ്ക് അയച്ചു തരാമോ എന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. എന്തായാലും ഞാനത് വീഡിയോ ചെയ്തിട്ട് ഓർക്കുന്നില്ല. പക്ഷേ ഓർത്താലും കുഴപ്പമില്ല, സർവീസ് കാര്യമായതുകൊണ്ട് ഒരിക്കൽ കൂടെ വീഡിയോ ചെയ്തു കൊണ്ട് കുഴപ്പമില്ലല്ലോ. അപ്പോൾ എന്തായാലും പുതിയ ഉത്തരവ് പ്രകാരം ആണ്. ഉത്തരവ് നേരത്തെ ഇറങ്ങിയതാണ്. പക്ഷേ ഇതാരെങ്കിലും കണ്ടിട്ടുണ്ടോ, ഇതനുസരിച്ച് പണം കിട്ടാത്തവരുണ്ടെങ്കിൽ ദയവായി നിങ്ങൾ ക്ലെയിം ചെയ്യണം. നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ പഴയ പണം അടക്കം, അതായത് റിവൈസ് ചെയ്ത സാലറി, അതായത് പേ റിവിഷൻ വന്ന ആ സമയം മുതലുള്ള അരിയർ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഈ പീരീഡിൽ റിട്ടയർ ആയവർക്ക് 2019 ജൂലൈ 31-നും 2020 മാർച്ച് 31-നും ഇടയ്ക്ക് ഒരു 6 മാസക്കാലം കൊണ്ട് റിട്ടയർ ചെയ്തവർക്കാണ് ഇങ്ങനെ ഒരു ബെനിഫിറ്റ്
വന്നിട്ടുള്ളത്. ഇതുപോലെ ഓരോ കാലഘട്ടത്തിലും പേ റിവിഷൻ സമയത്തും അതുപോലെ തന്നെ DA DR ഒക്കെ പ്രഖ്യാപിക്കുന്ന സമയത്തൊക്കെ ഇതുപോലെ ഒരുപാട് അനാമലികൾ വരാറുണ്ട്. അത് പല രൂപത്തിലാണ്. ചിലപ്പോൾ സർക്കാർ തന്നെ അത് പരിഹരിച്ചു കൊടുക്കും, ചിലത് ഹൈക്കോടതി പോയിട്ടാണ് കിട്ടുന്നത്, ചിലത് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ പോയിട്ടാണ് കിട്ടുന്നത്. എന്തായാലും ഇവർക്ക് ഇങ്ങനെ കുറച്ച് പേർക്ക് കിട്ടിയിട്ടുണ്ട്. അത് ബാക്കിയുള്ളവർ കൂടി ഏത് പീരീഡിലാണ് നിങ്ങൾ പെൻഷൻ പറ്റിയതെന്ന് കണക്കാക്കി മനസ്സിലാക്കി അതിനനുസരിച്ച് നിങ്ങൾ ഇത്തരം ഉത്തരവുകൾ കൂടി ശേഖരിച്ച് അതിൻ്റെ ക്ലെയിം പറഞ്ഞ് പണം വാങ്ങേണ്ടതാണ്.